മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും എന്ന് പറയാറുണ്ട്. എത്ര കാലം കുഴലിലിട്ടാലും ആ കുഴലങ്ങ് എടുത്തു കഴിഞ്ഞാൽ അത് വളഞ്ഞിരിക്കുമെന്ന് പറയാറുണ്ട്. ഏതാണ്ട് അതേ അർത്ഥം വരുന്ന ഒരു സുഭാഷിതമാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ സുഭാഷിതങ്ങൾ എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ പലരും അറിയില്ല. പല ഭാഗത്തു നിന്ന്, പല പുസ്തകങ്ങളിൽ നിന്നുള്ള ശ്ലോകങ്ങളായിരിക്കും സുഭാഷിതങ്ങൾ. സു എന്ന് വെച്ചാൽ നല്ലത് എന്നർത്ഥം, സുഷ്ടു എന്നർത്ഥം. ഭാഷിതം എന്ന് വെച്ചാൽ പറയപ്പെട്ടത്. അപ്പൊ നല്ലതുപോലെ നല്ല സുവ്യക്തമായിട്ട് നല്ല ആശയങ്ങള് പറയപ്പെട്ടു. അതിനെയാണ് നമ്മൾ സുഭാഷിതം എന്ന് പറയുന്നത്. അത് ശ്ലോകത്തിൽ തന്നെ വേണമെന്നില്ല, പദ്യത്തിൽ തന്നെ വേണമെന്നില്ല, ഗദ്യത്തിലും ആവാം. നമുക്ക് ഇന്നത്തെ സുഭാഷിതത്തിലേക്ക് ഒന്ന് നോക്കാം. സ്വഭാവോ നോപദേശേന ശക്യതേ കർത്തുമന്യഥാ സുതപ്തമപി പാനീയം പുനർഗച്ഛതി ശീതതാം. വളരെ ലളിതമായ വാക്കുകളാണ് ഇതിനകത്ത്. സ്വഭാവോ, സ്വഭാവങ്ങള്, നോപദേശേന, ന ഉപദേശേന, ഉപദേശം കൊണ്ട്, ശക്യത കർത്തുമന്യത, മറ്റൊരു തരത്തില് ആക്കാനായിട്ട് കഴിയില്ല. എന്ന് വെച്ചാൽ ഒരാളുടെ സ്വഭാവത്തെ കേവലം ഉപദേശം കൊണ്ട് മാറ്റാൻ കഴിയില്ല. അതിനൊരു ഉദാഹരണം പറയാം. സുതപ്തമപി പാനീയം. പാനീയം എന്ന് വെച്ചാൽ ഇവിടെ ജലം എന്നർത്ഥം എടുക്കുക. സുതപ്തം നല്ലതുപോലെ, തപ്തം എന്ന് വെച്ചാൽ ചൂടാക്കുക. നല്ലതുപോലെ ചൂടാക്കിയ വെള്ളമാണെങ്കിലും പുനർഗച്ഛതി ശീതതാം, അത് കുറച്ചു നേരം മാറ്റിവെച്ചാൽ അത് പഴയതുപോലെ തണുപ്പായിട്ട് മാറും. അപ്പൊ അവിടെ തണുപ്പ് എന്നുള്ളതാണ് വെള്ളത്തിന്റെ സ്വഭാവം. അതിനെ നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നാ പറഞ്ഞത്. ഇത് നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എന്തെല്ലാം ഉപദേശങ്ങൾ നൽകിയാലും, നമ്മൾ എന്തെല്ലാം കഥകൾ പറഞ്ഞു കൊടുത്താലും, ഏതെല്ലാം തരത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താലും പലരും മാറാറില്ല. ചില സമയത്ത് മാറിയതുപോലെ തോന്നും. വെള്ളം ചൂടാക്കുമ്പോൾ ചൂടുള്ളത് പോലെ തോന്നും. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആവും. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് വലിയ നിരാശ വരും. ഇത് മനസ്സിലാക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് വലിയ നിരാശ വരും. ചിലപ്പോൾ നമ്മളുടെ അടുക്കൽ വളരെ അടുത്തിടപഴകുന്ന ആളായിരിക്കും. അയാൾ പറയും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവിടെ ഒരു തെറ്റായ അർത്ഥത്തിലല്ല, അതായത് പ്രണയത്തിന്റെ അർത്ഥത്തിലൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. നീ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണെന്നൊക്കെ പറയും. കുറച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നമ്മളോട് മിണ്ടുക പോലും ഇല്ല. നമ്മളും അതെ, ചിലരോട് നമുക്ക് പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും കുറച്ച് സമയത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ശീലത്തിലേക്ക് മാറും. നമുക്കും ആ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മളുടെ സ്വഭാവങ്ങളാണ്. ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചാണ് ഓരോരുത്തരും പെരുമാറുന്നത്. ഇനി നമുക്ക് സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ പറ്റും. മറ്റൊരാളുടെ സ്വഭാവത്തെ മാറ്റാൻ അയാൾ തന്നെ പരിശ്രമിക്കണം. അതല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ നല്ലതായിട്ട് എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുമ്പോൾ അവര് വലിയ മാന്യരായിട്ട് എത്തിയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ. ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ജീവിതം ഇത്രയേ ഉള്ളൂ, പൈസ കൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുണ്ടായി. 5-6 കൊല്ലം മുമ്പുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. വെള്ളപ്പൊക്കമൊക്കെ മാറി, കോവിഡൊക്കെ മാറിയപ്പോഴോ പഴയതുപോലെ തന്നെയായി. ഓരോരുത്തരും എല്ലാവരും സ്വാർത്ഥരായി.
ആ കോവിഡ് വന്ന സമയത്ത് എല്ലാവരും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. കോവിഡ് മാറിയതോടുകൂടി അപ്പൊ എല്ലാവരും പറഞ്ഞു എന്തൊരു ടേസ്റ്റാണ്, നമ്മൾ വെറുതെയാണ് ഹോട്ടലിൽ പോയി കഴിക്കണത് എന്നൊക്കെ പറഞ്ഞിരുന്നു. കോവിഡ് മാറി, ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി, നമ്മളും മാറി, നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ ചേക്കേറി. അപ്പൊ ആ ശീലം നമുക്ക് മാറണമെങ്കിൽ നമ്മൾ തന്നെ കരുതണം. നമുക്ക് നമ്മുടെ ശീലം മാറ്റാനേ പറ്റുള്ളൂ, സമൂഹത്തിന്റെ ശീലം മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇത് എപ്പോഴും ഓർത്തിരിക്കുക. സ്വഭാവോ നോപദേശേന ശക്യതേ കർത്തുമന്യത സുതപ്തമവിപാനീയം പുനർഗച്ഛതി ശീതതാം. നമ്മള് ഇത് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് സംവദിക്കുമ്പോൾ, മറ്റുള്ളവരായിട്ട് പെരുമാറുമ്പോൾ ഓർക്കുക, അവരുടെ അടിസ്ഥാന സ്വഭാവം എന്തൊക്കെയാണെങ്കിലും അവരെ മാറ്റില്ല എന്ന്. ഇത് നമ്മളോട് നോക്കുമ്പോൾ എന്ത് വേണം? എൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ചീത്ത സ്വഭാവമാണെങ്കിൽ ഞാനത് മാറ്റണം എന്നും കരുതണം. അങ്ങനെ കരുതിയില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ എന്തെല്ലാം പഠിച്ചാലും നമ്മുടെ ശീലവുമായിട്ട് തന്നെ പോകും. ഇപ്പൊ പഠിച്ചതിൻ്റെയും നേടിയതിൻ്റെയും ഒന്നും ഗുണം പിന്നെ കാണില്ല. അത് നമ്മൾ പല സെലിബ്രിറ്റികളിലും കാണുന്നില്ലേ? എത്രയോ പ്രശസ്തിയുടെ അഭിനയിക്കാൻ നല്ല കഴിവുന്നുണ്ടാവും. സിനിമാ നടന്മാരിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അഭിനയിക്കാൻ നല്ല കഴിവുണ്ടാവും, ധാരാളം സമ്പത്തുണ്ടാവും, സമൂഹത്തിൽ ധാരാളം സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്വഭാവം മദ്യപിക്കുന്നതാണെങ്കിൽ, മറ്റുള്ളവരെ കളിയാക്കുന്നതാണെങ്കിൽ, ആ ശീലം കൊണ്ട് തന്നെ അയാൾ മരിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസത്തിന് പാത്രമാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല നല്ല റോളുകളൊക്കെ അഭിനയിച്ചു, അഭിനയത്തിന് വലിയ മിടുക്കൊക്കെ കാണിച്ചു, പക്ഷെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. കാരണം സ്വഭാവോ നോപദേശേന ശക്യതേ കർത്തുമന്യത സുതപ്തമവിപാനീയം പുനർഗച്ഛതി ശീതത. പിന്നീട് അവര് പഴയതുപോലെ തന്നെ ആയി വരുന്നു. അങ്ങനെയാണ് പല സെലിബ്രിറ്റികളും മദ്യപിച്ച് മരിച്ചിട്ടുള്ളവരുണ്ട്, മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടത് ചെയ്യുന്നു? അവരുടെ അടിസ്ഥാന സ്വഭാവം അവര് മാറ്റിയിട്ടില്ല, ഇതെല്ലാം കിട്ടിയിട്ട്. അത് നമ്മൾ ഓർക്കണം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ എന്താ ഓർക്കേണ്ടത്? ചില അടിസ്ഥാനമായിട്ടുള്ള ചീത്ത സ്വഭാവങ്ങൾ നമ്മൾ മാറ്റണം, നല്ല സ്വഭാവങ്ങൾ മാറ്റാനും പാടില്ല. ഓം ശാന്തി ശാന്തി ശാന്തി.